നിങ്ങൾക്കറിയാമോ ലയണൽ മെസ്സി ഗ്രോത്ത് ഹോർമോൺ തെറാപ്പി എടുത്ത് ഉയരം കൂട്ടിയ ഒരാളാണെന്ന്? വേൾഡ് കപ്പ് കഴിഞ്ഞു. നിർഭാഗ്യവശാൽ അർജന്റീനയ്ക്ക് വേൾഡ് കപ്പ് ഇത്തവണ കിട്ടിയില്ല. എങ്കിലും മെസ്സി ടീം അർജന്റീനയും വളരെ നന്നായി തന്നെ ഇത്തവണയും പെർഫോം ചെയ്തു. അവർ ഫൈനലിലെത്തി. മെസ്സിയെക്കുറിച്ച് പറയുമ്പോൾ സാധാരണ വേൾഡ് ഫുട്ബോളിൽ ഉയരം കുറഞ്ഞ താരങ്ങളിൽ ഒരാളാണ് മെസ്സി. അപ്പോൾ ഇന്നാൾ മെസ്സിയെക്കുറിച്ചൊരു ലേഖനം വായിക്കുകയുണ്ടായി. മെസ്സിക്ക് 10-11 വയസ്സാകുമ്പോൾ ബാഴ്സലോണയിൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആൾക്ക് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ഡയഗ്നോസ് ചെയ്തു. വളരെ ഉയരം കുറഞ്ഞ ഒരാളായിരുന്നു അദ്ദേഹത്തെ പ്രാണി എന്നായിരുന്നു അന്ന് കൂടെ കളിച്ചിരുന്നവരൊക്കെ വിളിച്ചിരുന്നത്. വളരെയധികം ബുള്ളിയിങ് ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ബാല്യമായിരുന്നു മെസ്സിയുടേത്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അദ്ദേഹം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അദ്ദേഹത്തിൻ്റെ ഉയരം വർദ്ധിപ്പിച്ചത്. അതായത് ഗ്രോത്ത് ഹോർമോൺ തെറാപ്പി എടുത്ത് അദ്ദേഹത്തിൻ്റെ ഉയരം വർദ്ധിപ്പിച്ചത്. അപ്പം അത്തരം ഒരു തെറാപ്പി ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികളിൽ എന്ത് മാറ്റം വരുത്തും എന്നുള്ളതിൻ്റെ ഉത്തരമാണ് മെസ്സിയുടെ കരിയർ അദ്ദേഹത്തോളം ഉയർന്ന് പോയി എന്നുള്ളത്. അപ്പോൾ നമുക്ക് കൃത്യസമയത്ത് ഗ്രോത്ത് ഹോർമോൺ തെറാപ്പി അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയിരുന്നില്ലെങ്കിൽ ഇന്ന് ഇത്തരമൊരു സൂപ്രധാരം നമുക്ക് ഉണ്ടാവുമായിരുന്നില്ല എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. എല്ലാ കുട്ടികൾക്കും ഹൈറ്റ് കൂട്ടുന്ന ഒരു ഗ്രോത്ത് ബൂസ്റ്ററൊന്നും അല്ല ഗ്രോത്ത് ഹോർമോൺ തെറാപ്പി എന്ന് പറയുന്നത്. എന്നാൽ കൃത്യമായിട്ടുള്ള മെഡിക്കൽ ഇൻഡിക്കേഷനുള്ള ആളുകളിൽ ഗ്രോത്ത് ഹോർമോൺ തെറാപ്പി കൊടുത്തു കഴിഞ്ഞാൽ അത്തരം കുട്ടികളുടെ ഉയരം കൃത്യമായിട്ട് കൂട്ടിക്കൊണ്ടുവരാനും അവരുടെ ഭാവി ജീവിതം കൂടുതൽ സുരക്ഷിതമാക്കുവാനും നമുക്ക് സാധിക്കും. താങ്ക് യു. Stay healthy. Follow for more.